ഹായ് കൂട്ടുകാരെ, ഹോട്ട്വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ച കുറച്ച് പുതിയ ഹോട്ട്വീൽസ് വണ്ടികൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി 92 BMW M3. അപ്പോൾ ഇത് പോലീസ് സീരീസ് ആണ്. അതായത് ഹോട്ട്വീൽസ് പല പല രാജ്യങ്ങളിലെ പോലീസ് വണ്ടികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവർ കാസ്റ്റിംഗ് ഇറക്കുന്നുണ്ട്. അതിൽ വേറെ ഒരെണ്ണമാണിത്. നമുക്ക് പിന്നെ തുറന്നു നോക്കാം. നല്ല രസമുണ്ട്. ചെറിയ സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ പിന്നെ സ്റ്റേജിൽ വെച്ച് നോക്കാം. BMW M3 പോലീസ് എഡിഷൻ. ഈ സ്റ്റിക്കറിങ്ങിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ BMW ജർമ്മൻ മെയ്ഡ് ആയത് കാരണം ജർമ്മനിയിലെ പോലീസിൻ്റെ സ്റ്റിക്കറിങ്ങാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിസാൻ 300ZX ഉണ്ട്. അതും കൂടെ നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് വെച്ച് നോക്കാം. അങ്ങനെ ഇതാ നിസാൻ 300ZXും M3യും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ വെച്ചേക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പോലീസ് സ്റ്റിക്കറിംഗ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഉണ്ടാക്കിയ കൺട്രിയുടെ പോലീസിൻ്റെ സ്റ്റിക്കറിംഗ് ആണ് അവർ കൊടുത്തേക്കുന്നത്. നിസാനിൽ നമുക്ക് അതുകൊണ്ടാണ് ജാപ്പനീസ് ചെയ്തിരിക്കുന്നത് സ്റ്റിക്കറിങ്ങിൽ. പക്ഷേ ഇതുപോലെ തന്നെ ദുബായ് പോലീസിൻ്റെ സ്റ്റിക്കറിംഗ് ഉള്ള ലംബോഗിനി ഉണ്ട്. അത് അടിപൊളിയാണ്. അതെനിക്ക് കിട്ടിയിട്ടില്ല. അടുത്തതായി ഷാർക്രൂസർ. അപ്പോൾ ഇതൊരു നോർമൽ ട്രഷർ ഹണ്ടാണ്. ട്രഷർ ഹണ്ടും സൂപ്പർ ട്രഷർ ഹണ്ടും എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനെക്കുറിച്ച് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ 2 ഉണ്ട് ഈ വണ്ടി. അത് കാരണം ഇത് ഞാൻ തുറക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ട്രഷർ ഹണ്ടും സൂപ്പർ ട്രഷർ ഹണ്ടും ഞാൻ തുറക്കാറില്ല. ഏതായാലും ഇത് ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം. ഓക്കെ, ഇതൊരു ഫാൻറ്റസി മോഡലാണ്. ഏതായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രണ്ടിലൊരു ഷാർക്കിൻ്റെ അതേ രൂപമുണ്ട്. നല്ല കിടലൻ പല്ലുകളുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ നമ്മുടെ സ്റ്റേജിൽ വെച്ച് നോക്കാം. ഷാർക്രൂസർ. ഇതിപ്പോൾ ശരിക്കും ഒരു ഷാർക്കിനെ കീറി മുറിച്ച് വലിയൊരു എഞ്ചിനും ടയറൊക്കെ പിടിപ്പിച്ച പോലെയുണ്ട്. ഈ വീൽസാണ് നമ്മൾ GMC സൈക്ലോണിലും കണ്ടത്. ഈ സെയിം പാറ്റേൺ ആണ് കണ്ടത്. പക്ഷെ ഇതിലത് ബ്ലൂ കളറാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്നും നല്ലൊരു ഷാർക്കിൻ്റെ തന്നെ കുതിച്ച് നിൽക്കുന്നൊരു ഷാർക്കിൻ്റെ ഷേപ്പാണ്. മേളിൽ ഷാർക്ക് ഫിന്നും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ വാലാണ് സ്പോയിലറായിട്ട് വരുന്നത്. ഏതായാലും കൊള്ളാം. ഇനി നമ്മൾ തുറക്കാൻ പോകുന്നത് BMW Z4 Motorsport. ഈ മോഡൽ Z4 ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേതായാലും കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് തുറന്നു നോക്കാം. നല്ല ഷേപ്പാണ്. നല്ല വലിയ സ്പോയിലറും ഉണ്ട്. ഫ്രണ്ടിൽ ഇവിടെ ഒരു ബമ്പറിലൊരു ലിപ്പ് പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിൽ വെച്ച് നോക്കാം. BMW Z4 Motorsport. പേര് സൂചിപ്പിക്കുന്ന പോലെ BMW റേസിംഗ് ചാമ്പ്യൻഷിപ്സിലൊക്കെ ഇറക്കുന്ന വണ്ടിയാണിത്. അതിൻ്റെ തന്നെ നല്ലൊരു ബോഡി കിറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന ലിപ്പ് എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഡൗൺ ഫോഴ്സ് കൂട്ടാനായിട്ട് വലിയൊരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ എടുത്ത് പറയാനുള്ളത് ആ സ്റ്റിക്കറിംഗ് ആണ്. M സീരീസിലൊക്കെ കാണുന്ന ആ ബ്ലൂവും റെഡും ഉള്ള സ്റ്റിക്കറിങ് നല്ല രസമുണ്ട്. പിന്നെ വീൽസും അധികം കാണാത്തൊരു വീൽസാണ്. അതും ഇതിൽ നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വണ്ടി ഏതാണെന്ന് നോക്കാം. അതെ, ഇതൊരു ബാറ്റ്മൊബൈലാണ്. TV സീരീസ് ബാറ്റ്മൊബൈൽ. ഇതിനൊരു സീരീസ് ഉണ്ടെന്ന് ഞാനിപ്പോഴും അറിയണേ. അപ്പോൾ ഇതിൽ 4ാമത്തെ വണ്ടിയാണ്. ഏതായാലും നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും വേണ്ടി തുറന്നു നോക്കാം. ഇതുള്ള നമ്മുടെ CID മൂസയിലുള്ള വണ്ടിയുടെ ഒരു ഷേപ്പാണ്. ബബിൾ പോലെയുള്ള ഗ്ലാസ് ഒക്കെയാണ്.
ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിൽ വെച്ച് നോക്കാം. TV സീരീസ് ബാറ്റ്മൊബൈൽ. അപ്പോൾ ഓരോ സിനിമയിലും ഓരോ സീരീസിലും ഒക്കെ ബാറ്റ്മൊബൈൽ പല പല ഷേപ്പിലാണ്. അതിലൊരെണ്ണമാണത്. ഏതായാലും നമ്മുടെ ലേറ്റസ്റ്റ് ഡാർക്ക് നൈറ്റിലൊക്കെ ഉള്ള ബാറ്റ്മൊബൈൽ വേറെ ലെവലാണ്. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ബാറ്റ്മൊബൈലിൻ്റെ ക്ലാസിക് ഷേപ്പ്. ബബിൾ വിൻഷീൽഡൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ പൊങ്ങിയിരിക്കുന്ന എക്സോസ്റ്റൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഈ ബ്ലാക്കും റെഡ് കളർ കോമ്പിനേഷനും ബാറ്റ്മൊബൈലിൻ്റെ ഒരു എന്താ പറയുക ക്ലാസിക് ലുക്കാണത്. ഓക്കെ, ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.